പ്രിയപ്പെട്ടവരെ, 150-ാമത്തെ ദിവസത്തിലേക്ക് വചനവായനയെ എത്തിച്ച സർവശക്തന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. സോളമൻ വാഗ്ദാന പേടകം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതായും സോളമൻ്റെ സുദീർഘമായ പ്രാർത്ഥനയും ദേവാലയ പ്രതിഷ്ഠയുമാണ് നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. ദേവാലയ പ്രതിഷ്ഠ നടത്തിയപ്പോൾ സോളമൻ രാജാവ് അർപ്പിച്ച ദീർഘമായ പ്രാർത്ഥന ഈശോ കുരിശിലെ ബലിക്ക് മുൻപ്, അതായത് ഈശോയാകുന്ന ദേവാലയത്തിൽ പിതാവായ ദൈവത്തിനുള്ള കുരിശുമരണമാകുന്ന ആരാധനയ്ക്ക് മുൻപ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ നടത്തുന്ന പുരോഹിത പ്രാർത്ഥനയുടെ നിഴലായിരുന്നു സോളമൻ്റെ ഈ ദീർഘമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന മുഴുവൻ സോളമൻ മുട്ടുകുത്തി നിന്നാണ് അർപ്പിക്കുന്നത്. മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ മതബോധത്തിലെ ഏറ്റവും മഹത്തായ പാരമ്പര്യ ശീലങ്ങളിലൊന്നാണ്. മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്നവന് എഴുന്നേറ്റ് നിന്ന് തൻ്റെ കൂടെയുള്ളവരെ ആശീർവദിക്കാൻ